നമസ്കാരം, മനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നു. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം. പ്രധാനമന്ത്രി. മോദി സർക്കാർ 3 മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതി. കാർണോർ കൊലക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഡി-സോൺ കലോത്സവാക്രമണത്തിന് നേതൃത്വം നൽകിയ KSU നേതാക്കൾ സ്ഥിരം കുറ്റവാളികൾ. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം ദേവസ്വം ഓഫീസർ വിവാദത്തിൽ. കോഴിക്കോട് CPM-ന് പുതിയ നേതൃത്വം. M. മെഹബൂബ് ജില്ലാ സെക്രട്ടറി. വളർച്ച ഉറപ്പെന്ന് സാമ്പത്തിക സർവേയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നു. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം. പ്രധാനമന്ത്രി. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപായി മാധ്യമങ്ങളെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ബജറ്റ് പുത്തൻ ദിശയും ഊർജവും പകരും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതാണ് ബജറ്റ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ ബില്ലുകൾ ഈ സെക്ഷനിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന് വേണ്ടിയുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ സ്വീകരിക്കും. മധ്യവർഗത്തെ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വളർച്ചയെ വേഗത്തിൽ നയിക്കുന്നതായിരിക്കും ഈ ബജറ്റ്. യുവാക്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതും സർക്കാരിൻ്റെ ദൗത്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സർക്കാർ പ്രാധാന്യം നൽകും. സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ എക്കാലവും ഊന്നൽ നൽകുന്നുണ്ട്. ബജറ്റ് അവതരണത്തിന് മുൻപുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി വിദേശത്തു നിന്ന് വ്യാജ പ്രചരണങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. മോദി സർക്കാർ 3 മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനാ രൂപീകരണത്തിന്റെ ഭാഗമായ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവരെ ഈ അവസരത്തിൽ ഓർക്കുന്നുവെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ രാഷ്ട്രപതി അനുസ്മരിച്ചു. 3-ാം മോദി സർക്കാർ 3 ഇരട്ടി വേഗത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സർക്കാർ ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നു. 25 കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. കേന്ദ്ര സർക്കാർ പദ്ധതികളെ പ്രശംസിച്ച് രാഷ്ട്രപതി. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് പ്രശംസ. ഭവനരഹിതരായവർക്ക് പദ്ധതി പ്രയോജനപ്പെട്ടുവെന്ന് രാഷ്ട്രപതി. കിസാൻ പദ്ധതിയും ആയുഷ്മാൻ പദ്ധതിയും സർക്കാർ നടപ്പാക്കിയ മികച്ച പദ്ധതികളെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യവർഗത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി. വന്ദേ ഭാരത് റെയിൽവേ രാജ്യത്തിന്റെ വികസനത്തിന് ഉദാഹരണമാണ്. ആയുഷ്മാൻ ഭാരത് യോജനയിലൂടെ 70-ന് മുകളിലുള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നു. വളരെ വേഗം ഇന്ത്യ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നികുതി ഭാരം കുറയ്ക്കുമെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രഥമ പരിഗണന നൽകുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഓരോ ഇന്ത്യൻ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യമെന്നും ലഖ്പതി ദീദി പദ്ധതിയിലൂടെ 3 ലക്ഷം സ്ത്രീകൾക്ക് ഗുണമുണ്ടായെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. സർക്കാരിന്റെ പദ്ധതികളെല്ലാം സുതാര്യം. AI ടെക്നോളജിയിൽ ഇന്ത്യ മുൻപന്തിയിൽ. ബഹിരാകാശ രംഗത്തും ഇന്ത്യക്ക് നേട്ടങ്ങളുണ്ടായി. 100-ാം വിക്ഷേപണത്തിലൂടെ ISRO രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. ഇന്നോവേഷൻ ഹബ്ബായി രാജ്യത്തെ മാറ്റാൻ സാധിച്ചുവെന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്ത് ഗതാഗത സൗകര്യങ്ങൾ വൻതോതിൽ വികസിച്ചു. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ യശസ് യുവാക്കളിലൂടെ അറിയുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ സാധാരണക്കാരിലേക്കും എത്തി. US വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് 2025-ൽ ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. കാർണോർ കൊലക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ചെങ്ങന്നൂർ കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ ഒരു മന്ത്രിയാണെന്നും ഇക്കാര്യം പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നടന്ന സംഭവത്തിൽ
അനാഥരായ പെൺകുട്ടികളെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അതുലയ്ക്ക് താലൂക്ക് ആശുപത്രിയിൽ നേഴ്സായി ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ആരോഗ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു. രണ്ടാമത്തെ കുട്ടിക്ക് പഠന സഹായവും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായത് വലിയ വീഴ്ചയാണെന്നും ജാമ്യത്തിലിറങ്ങുന്ന പ്രതി വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് വീണ ജോർജ് സമ്മതിച്ചുവെന്നും ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്ന് 50,000 രൂപ നൽകുമെന്നും നാട്ടുകാർക്കെതിരെ കേസ് അനാവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഡി-സോൺ കലോത്സവാക്രമണത്തിന് നേതൃത്വം നൽകിയ KSU നേതാക്കൾ സ്ഥിരം കുറ്റവാളികൾ. ഡി-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ ആക്രമണത്തിന് നേതൃത്വം നൽകിയ KSU നേതാക്കൾ സ്ഥിരം കുറ്റവാളികൾ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ വിവിധ സ്റ്റേഷനുകളിലായി 18 കേസിൽ പ്രതിയാണ് എന്നാണ് വിവരം. വധശ്രമവും ഭവനഭേദനവും ഉൾപ്പെടെയുള്ള 18 കേസുകളാണ് ഗോകുൽ ഗുരുവായൂരിന്റെ പേരിലുള്ളത്. ഡി-സോൺ കലോത്സവത്തിലെ ആക്രമണം ഉൾപ്പെടെ 5 വധശ്രമ കേസുകളിൽ പ്രതിയാണ് ഗോകുൽ. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത ഭവനഭേദന കേസിലും ഗോകുൽ ഗുരുവായൂർ പ്രതിയാണ്. തൃശൂർ ഈസ്റ്റ് വെസ്റ്റ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, കുന്നംകുളം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ഗോകുലിനെതിരെ കേസുകളുള്ളത്. 5-ാം പ്രതി സച്ചിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 7 കേസുകളുമുണ്ട്. 6-ാം പ്രതി സുദേവ് 4 കേസുകളിലെ പ്രതിയാണ്. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം ദേവസ്വം ഓഫീസർ വിവാദത്തിൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡ് അടച്ചുകെട്ടാനുള്ള ദേവസ്വം ഓഫീസറുടെ നടപടി വിവാദത്തിൽ. വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് പിറകുവശത്തുള്ള റവന്യൂ ഭൂമിയിലെ റോഡാണ് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രം ദേവസ്വം ഓഫീസറുടെ നേതൃത്വത്തിൽ അടച്ചുകെട്ടാൻ ശ്രമിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തും ദേവസ്വം ഓഫീസറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അമ്പലത്തിലെ ഓരോ പണികളും ചെയ്യുക, അത് ഇത് ചെയ്യുന്ന നിങ്ങൾ എന്നെ വിളിക്കണ്ടല്ലോ, നിങ്ങളുടെ അവിടുത്തെ ആളുകൾ വിളിക്കണ്ടല്ലോ. നമുക്ക് ദേവസ്വത്തിൽ അല്ല, ഇത് നടക്കില്ല സാറേ, ഇത് ഈ പണി നടക്കില്ല. എന്തൊക്കെയാ നടക്കില്ല? പണിക്കാരനോട് വരാൻ പറയും. വണ്ടികൾ അല്ല, പണിക്കാരത് കൈകൊണ്ട് എടുത്താൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവിടെ ഇരിക്കുള്ളൂ. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് മതി. ഇതാണ് ഞാൻ പറയുന്നത്. കൗൺസിലർ എടുത്ത് വെച്ചോ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത്രയും ബിൽഡിങ്ങിലുള്ള കാലത്ത് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല ചേട്ടാ. നമ്മളിപ്പോഴല്ലേ അറിയാം. ഒരു അന്തും കൊന്തും ഇല്ലാതെ 10, 40, 100, 45 വയസ്സ് ഞാൻ കളിച്ചാൽ പാടത്ത് നീന്താൻ പോയിരുന്ന സ്ഥലം. ഇത് പൊതുവഴിയായിട്ടാ ഞാൻ കണ്ടേക്കണേ 40 വർഷമായിട്ട്. ഇതേ കടത്തും ഞാനായാലും ചോദിച്ചു, നിങ്ങൾക്കറിയാം ഇവിടെ കടത്തുണ്ടായിരുന്ന ഇന്നലെ വന്ന നിങ്ങൾക്കാണോ അതോ ചെയ്യേണ്ട മര്യാദ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ഇത് വളച്ചു കെട്ടല്ലേ. നിങ്ങൾ അമ്പലം കമ്മിറ്റി എടുത്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും നിരവധി പേർ സഞ്ചരിക്കുന്നതുമായ വഴിയാണ് രാത്രി ഇരുട്ടിന്റെ മറവിൽ ദേവസ്വം ഓഫീസറും തൊഴിലാളികളും ചേർന്ന് കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചത്. പൂർവികമായി ഉപയോഗിച്ചു വരുന്ന വഴിയാണ് ഒരു ദിവസം ദേവസ്വം ഓഫീസറുടെ നേതൃത്വത്തിൽ കെട്ടിയടക്കാൻ ശ്രമിച്ചത്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് മുൻ വാർഡ് മെമ്പറും വടക്കാഞ്ചേരി സ്വദേശിയുമായ PN നാരായണസ്വാമി പറഞ്ഞു. വടക്കാഞ്ചേരി ജനിച്ചു വളർന്ന് ഇവിടെ പഞ്ചായത്ത് മെമ്പർ, ടൗൺ വാർഡിലെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളും കൂടിയാണ് ഞാൻ. ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിൻ്റെ പുറകിലുള്ള റോഡ് പഴയകാലത്ത് ശ്രീമാൻ കൃഷ്ണമൂർത്തിയും പിന്നെ അരവിന്ദാക്ഷമേനോനും അവരെല്ലാം ഉള്ള കാലത്ത് ആ വഴി സമ്പൂർണ്ണമായിട്ട് യാത്രാ ഗതാഗത യോഗ്യമായിരുന്നു. അതിനേക്കാൾ മുമ്പേ വടക്കാഞ്ചേരി പുതുപ്പാലം ആദ്യത്തെ വനിതാ എഞ്ചിനീയറായ ചീഫ് എഞ്ചിനീയർ, പിന്നീട് ചീഫ് എഞ്ചിനീയർ റിട്ടയർ ചെയ്ത ത്രേസ്യ എഞ്ചിനീയർ പണിത പാലമാണ് പഴയ പുതുപ്പാലം. പുതിയ പുതുപ്പാലം അവർ ചീഫ് എഞ്ചിനീയർ അതിന് ശേഷം പണിതാണ്. ആ കാലഘട്ടത്തിൽ ഈ പാലം വരുന്ന കാലത്തിനേക്കാൾ മുമ്പേ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള വഴിയിലൂടെ അവിടെ ഒരു കോൺക്രീറ്റ് കടവും
അതിൻ്റെ അക്കരയിൽ വീണ്ടും ഒരു കോൺക്രീറ്റിൻ്റെ റാമ്പും അതിൽ വാഹനങ്ങൾ കാളവണ്ടികൾ ചേലക്കര ഭാഗത്തേക്ക് പോരുന്നതും ആ വഴിക്കാണെന്ന് എൻ്റെ അച്ഛനും മുത്തച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വടക്കാഞ്ചേരി പഴയ പുതുപ്പാലം ദുർബലമായപ്പോൾ ആ കാലഘട്ടത്തിൽ ലോറികളും മറ്റും വാഹനങ്ങൾ ഈ വഴിക്കാണ് കംപ്ലീറ്റ് വിട്ടിരുന്നത്. അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, കുറേ നിർമ്മാണ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ പഞ്ചായത്തിൽ രേഖയിൽ ഇത് വഴിയായിട്ട് തന്നെയാണ് അവർക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വഴി ചെല്ലുന്നത് ഒരു പുതു കടവിലേക്കാണ്. ആ കടവ് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നേരാക്കാറുള്ളത്, ദേവസ്വമല്ല നേരാക്കാറുള്ളത്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അത് പഞ്ചായത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റാണ്. ഈ വഴി പൊതുവഴിയും റവന്യൂ വഴിയുമാണ്. ഇത് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ വഴി തടസ്സപ്പെടുത്തുന്നത് ആ പ്രദേശത്തുള്ള ആളുകളുടെ അവിടുത്തെ കെട്ടിടത്തിൻ്റെ ആളുകളുടെയും അവിടെ വാടകയ്ക്ക് ഇരിക്കുന്ന കച്ചവടക്കാരുടെയും പാവപ്പെട്ട കച്ചവടക്കാരൻ്റെ വയറ്റത്തടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഇതിൽ പ്രധാന വികാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ട് അവിടെ സാധനങ്ങൾ ഇറക്കണമെങ്കിൽ എന്തെങ്കിലും ചില്ലറ തടയണം എന്ന് താല്പര്യമുള്ള ചില ആളുകൾ അതിൽ ഇടപെട്ടതിൻ്റെയാണ് ആ വശം. ഏതാനും മാസം മുമ്പ് വഴിയിൽ സിമന്റ് കട്ട വെച്ച് കെട്ടിത്തിരിച്ച് കതിരുവാഴ നട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ദേവസ്വം ഓഫീസറായിരുന്ന ഉഷാകുമാരിയുടെ നേതൃത്വത്തിൽ വഴി അടച്ചുകെട്ടാനുള്ള ശ്രമം നടന്നിരുന്നു. നാട്ടുകാർ ഓംബുഡ്സ്മാനിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും കെട്ടിയടച്ച വഴി തുറന്നുകൊടുക്കുവാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിനോടെത്തുന്ന ആനകളും ജനങ്ങളും ഉപയോഗിക്കുന്ന വഴി അടച്ചുകെട്ടാൻ പാടില്ലെന്ന് ഭാഗം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി പറഞ്ഞു. വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് പിൻവശത്തുള്ള കിഴക്കുവശത്തുള്ള വഴി പൊതുജനങ്ങൾ ഏകദേശം 100 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താമസിക്കുന്ന ചെമ്പകശ്ശേരി വീട്, അതുപോലെ കൃഷ്ണയുടെ വീട്, ഒരുപാട് വീടുകളും സ്ഥാപനങ്ങളുമുള്ള ഒരു സ്ഥലമാണത്. അത് ഉപയോഗിക്കാൻ എല്ലാവർക്കും അവകാശം, പൊതുവഴിയാണ്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഇതിനു മുന്നേയും അടച്ചു കെട്ടിയിരുന്നു. അത് പരാതി കൊടുത്തിട്ട് അന്ന് മാറ്റിയതാണ്. ഇപ്പോൾ ഇന്നലെ ദേവസ്വം ഓഫീസർ അടച്ചു കെട്ടി പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങൾ ഇടപെട്ട് അത് മാറ്റിയിരിക്കുകയാണ്. അത് തീർച്ചയായും വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് വടക്കാഞ്ചേരി പൂരം കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നു. അടുത്തിടെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലെത്തിയ ദേവസ്വം ഓഫീസർ ഏകപക്ഷീയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന പരാതി പരക്കെയുണ്ട്. ഇതിനെതിരെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കോഴിക്കോട് CPM-ന് പുതിയ നേതൃത്വം. M. മെഹബൂബ് ജില്ലാ സെക്രട്ടറി. M. മെഹബൂബ് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. P. മോഹനൻ സെക്രട്ടറി സ്ഥാനത്ത് 3 ടേം കാലാവധി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന M. മെഹബൂബിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. നിലവിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനാണ് M. മെഹബൂബ്. ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച പേര് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. ജില്ലയിലെ CPIM-ന്റെ ന്യൂനപക്ഷ മുഖങ്ങളിൽ പ്രധാനിയാണ് M. മെഹബൂബ്. യുവജന സംഘടനയിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച മെഹബൂബ് പിന്നീട് കോഴിക്കോട് CPIM-ലെ പ്രധാന നേതാവായി മാറുകയായിരുന്നു. DYFI ജില്ലാ പ്രസിഡന്റ്, CPIM ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി എന്ന ചുമതലകൾ വഹിച്ചു. സഹകരണ മേഖലയിൽ വലിയ അനുഭവ സമ്പത്തുള്ള നേതാവ് കൂടിയാണ് M. മെഹബൂബ്. ആത്തോളി പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. വളർച്ച ഉറപ്പെന്ന് സാമ്പത്തിക സർവേയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.3% മുതൽ 6.8% വരെ വളർച്ച കൈവരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.4% വളരും. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ 2024-25 റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നാളെ സംയുക്ത പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ബജറ്റ് അവതരണത്തിനായി സഭ പിരിഞ്ഞു. രാജ്യത്തെ ശക്തമായ ആഭ്യന്തര സാമ്പത്തിക അടിത്തറയും കുറയുന്ന തൊഴിലില്ലായ്മ നിരക്കും പണപ്പെരുപ്പ തോതിന്റെ സ്ഥിരതയും സാമ്പത്തിക വളർച്ചാ നിരക്കും ഇന്ത്യയുടെ കരുത്തായി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വികസിത ഇന്ത്യയ്ക്കായി കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്.
പാപ്പരത്ത നിയമം ലഘൂകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ബോണ്ട് വിപണിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ആഗോള സ്ഥിതി പരിഗണിച്ച് ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾക്കും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതികവിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. മഹാകുംഭമേളയ്ക്കിടെ വൈറലായ സുന്ദരി ഇനി സിനിമയിലേക്ക്. മഹാകുംഭമേളയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു മൊണാലിസ എന്ന മോനി. കുംഭമേളയ്ക്കിടെ ആരാധകരുടെ ശല്യം കാരണം പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു. പിന്നീട് മൊണാലിസയുടെ നിരവധി മേക്ക് ഓവർ ഷൂട്ടുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ സിനിമയിലേക്ക് പ്രവേശിക്കുകയാണ് മോനി. ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മോനി സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലാകും മോനി അഭിനയിക്കുക. സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മൊണാലിസയുടെ വീട്ടിലെത്തിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇരുവരുടെയും ചിത്രം സനോജ് മിശ്ര പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം കുടുംബം അനുവദിക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമെന്ന് മൊണാലിസ നേരത്തെ പറഞ്ഞിരുന്നു. കുംഭമേളയ്ക്കിടെ മാല വിൽപ്പനയ്ക്കെത്തിയതായിരുന്നു മൊണാലിസ. വീഡിയോ വൈറലായതോടെ മൊണാലിസയെ സോഷ്യൽ മീഡിയ തിരയുകയായിരുന്നു. ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ, രാമജന്മഭൂമി, കാശി ടു കാശ്മീർ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് സനോജ് മിശ്ര. ബി ഉണ്ണികൃഷ്ണന് പരിപൂർണ പിന്തുണ അറിയിച്ച് ഫെഫ്ക. ബി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നുവെന്ന് ഫെഫ്ക നേതൃത്വം. നിലവിലെ പ്രശ്നങ്ങളിൽ ബി ഉണ്ണികൃഷ്ണനോട് വിശദീകരണം തേടിയെന്നും ഫെഫ്ക അറിയിച്ചു. സമരം ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകളുമായി സംസാരിച്ചിരുന്നു. അവരുടെ പരാതി കേട്ടു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് രേഖാമൂലം എഴുതി നൽകി. ഫെഫ്കയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ യൂണിയനുമായി സംസാരിച്ചു. ഫെഫ്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് WCC ആണെന്ന് സിബി മലയിൽ ആരോപിച്ചു. സംഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിനാലാണ് ബി ഉണ്ണികൃഷ്ണനെ ലക്ഷ്യം വെക്കുന്നത്. സമരം ചെയ്തവർക്ക് പിന്നിൽ മറ്റ് ആളുകളുണ്ട്. സമരം ചെയ്തവർ ബലിയാടുകൾ മാത്രമാണ്. അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ബി ഉണ്ണികൃഷ്ണനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. WCC ആണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. സാന്ദ്ര തോമസ് ഞങ്ങളുടെ സംഘടനയിലെ അംഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവർ പരാതി പറയേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയിലാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സമരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും WCC ആണെന്നും അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്തവർ സംഘടനയ്ക്ക് മുന്നിൽ ഉന്നയിച്ച പരാതികൾ പരിഹരിക്കപ്പെട്ടു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ബി ഉണ്ണികൃഷ്ണനെ ഫെഫ്കയുടെ പരിപൂർണ പിന്തുണയുണ്ടെന്നും സിബി മലയിൽ പറഞ്ഞു. ബി സോൺ നടക്കുന്ന നാദാപുരം പുളിയാവ് നാഷണൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ബി സോൺ നടക്കുന്ന നാദാപുരം പള്ളിയാവ് നാഷണൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഇന്നലെ രാത്രി 11:45 മുതലാണ് പ്രശ്നം തുടങ്ങിയത്. വേദിക്ക് മുന്നിൽ നാടകം കഴിയുന്നതിന് മുൻപ് കർട്ടൻ താഴുന്നതിനെ ചൊല്ലിയാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. സംഘർഷം പുലർച്ചെ 1:30 വരെ തുടർന്നു. കൂടുതൽ പോലീസ് എത്തി ലാത്തിചാർജ് നടത്തിയാണ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. കോളേജ് ക്യാമ്പസിൽ നിന്ന് 2 മണിയോടെ എല്ലാവരെയും പുറത്താക്കി. 100-ലേറെ പോലീസാണ് കോളേജ് ഗേറ്റ് അടച്ച് കാവൽ നിൽക്കുന്നത്. ഹണി റോസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുൽ ഈശ്വർ. നടി ഹണി റോസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുൽ ഈശ്വർ. വ്യാജ പരാതി നൽകി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. ഹണി റോസിനെ ബഹുമാനത്തോടെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. കേസ് കൊടുത്തതുകൊണ്ട് വിമർശനം കുറയില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. കൺമുന്നിലെ നിയമം ദുരുപയോഗം ചെയ്യുകയാണെന്നും പുരുഷനെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനം എന്നും കരുതുന്നതെന്നും രാഹുൽ ഈശ്വർ പരിഹസിച്ചു. കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും പഠിക്കട്ടെ.
തന്റെ കേസ് താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹണിറോസ് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. ഹണിറോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും നിരന്തരം അപമാനിക്കുന്നു എന്നാണ് പരാതി. ഡി-സോൺ സംഘർഷം 3 KSU നേതാക്കൾ കൂടി കീഴടങ്ങി. തൃശൂർ മാളയിൽ ഡി-സോൺ കലോത്സവത്തിനിടെ നടന്ന സംഘർഷത്തിൽ 3 KSU നേതാക്കൾ കൂടി അറസ്റ്റിൽ. ജില്ലാ ഭാരവാഹികളായ അക്ഷയ്, സാരംഗ്, ആദിത്യ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിലാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം അഴിച്ചുവിട്ടെന്നാണ് SFI ആരോപിക്കുന്നത്. SFI പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് KSUവും ആരോപിച്ചു. നേരത്തെ സംഘർഷത്തിൽ അറസ്റ്റിലായ നേതാക്കൾക്കെതിരെ അവർ പഠിക്കുന്ന കോളേജ് അധികൃതർ നടപടിയെടുത്തിരുന്നു. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ, അക്ഷയ് എന്നിവരെ കേരളവർമ്മ കോളേജിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കലോത്സവം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അധ്യാപകരുടെയും കോളേജ് യൂണിയന്റെയും പരാതിയിലായിരുന്നു നടപടി. പരാതി പരിഗണിക്കാൻ കൂടിയ കോളേജ് കൗൺസിലിൽ ഭൂരിപക്ഷം അംഗങ്ങളും സസ്പെൻഷനെ അനുകൂലിച്ചു. കേരളവർമ്മ കോളേജിലെ BA സംസ്കൃതം വിദ്യാർത്ഥികളാണ് ഇരുവരും. നഗരസഭ മാസ്റ്റർ പ്ലാനിങ്ങിനുള്ള ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഡ്രോൺ പരിശോധനയ്ക്ക് തുടക്കമായി. ഡ്രോൺ പരിശോധനയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. സർവേയിൽ നഗരസഭയിലെ വിവിധ കുടിവെള്ള സ്രോതസ്സുകളെ അടയാളപ്പെടുത്തി നഗരസഭയ്ക്ക് നടത്താൻ കഴിയുന്ന വിധം കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കണമെന്ന് MLA അഭിപ്രായപ്പെട്ടു. ഡ്രോൺ സർവേയിലൂടെ നഗരത്തിന്റെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ, ഉറവിടങ്ങൾ, ആസ്തികൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, ജലാശയങ്ങൾ തുടങ്ങിയവയുടെ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ ലഭ്യമാകും. നഗരസഭയെ മുണ്ടത്തിക്കോട്, വടക്കാഞ്ചേരി എന്നിങ്ങനെ 2 സോണുകളിലായി തിരിച്ചാണ് ഡ്രോൺ പരിശോധന നടത്തുന്നത്. 80 മുതൽ 120 മീറ്റർ ഉയരത്തിൽ വരെ പ്രവർത്തിക്കുന്ന ഈ ഡ്രോണിൽ 3.3 സ്ക്വയർ കിലോമീറ്റർ ഡാറ്റ വരെ ലഭ്യമാകും. 12 ലക്ഷം രൂപ വില വരുന്ന ഒരു ഡ്രോണിന് 9 കിലോയോളം ഭാരം വരും. ഡ്രോൺ സർവേ രാജ്യത്തുടനീളം നടത്തുന്നതിന് സർവേ ഓഫ് ഇന്ത്യയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. SOI തെരഞ്ഞെടുത്ത വിവിധ ഏജൻസികളാണ് സർവേ പ്രവൃത്തികൾ നടത്തുന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സപ്തർഷി കൺസൾട്ടൻസ് ആണ് വടക്കാഞ്ചേരി നഗരസഭയിലെ സർവേ ചെയ്യുന്നത്. 1.5 മാസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ക്ലാസ് 2 നഗരങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ഡ്രോൺ ഉപയോഗിച്ച് സർവേ നടത്തുന്നത്. കേരളത്തിലെ 49 നഗരസഭകൾക്കാണ് ഈ പദ്ധതിയിലൂടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഉൾപ്പെടെ 5 നഗരസഭകൾക്ക് ഇത് പ്രകാരം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. നഗരവികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര പദ്ധതികളിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ് കൂടിയാണിത്. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, AM ജമീലാബി, CV മുഹമ്മദ് ബഷീർ, ജില്ലാ ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ KB മനോജ്, നഗരസഭാ സെക്രട്ടറി KK മനോജ്, മുനിസിപ്പൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ്, സപ്തർഷി കമ്പനി ഹെഡ് യശ്വന്ത്, കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് EK മഹേഷ് അസോസിയേറ്റ്സ് നേതൃത്വത്തിൽ മഹേഷ് ലീഗൽ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിയമസേവന രംഗത്ത് കഴിഞ്ഞ 25 വർഷക്കാലമായി മികച്ച പ്രവർത്തനം നടത്തിവരുന്ന അഡ്വക്കേറ്റ് EK മഹേഷ് അസോസിയേറ്റ്സിന്റെ നേതൃത്വത്തിൽ മഹേഷ് ലീഗൽ സൊല്യൂഷൻസ് എന്ന പേരിൽ പുതിയ സ്ഥാപനം വടക്കാഞ്ചേരി സൗഹൃദ ആർക്കേഡിൽ ആരംഭിച്ചു. പ്രമുഖ സീനിയർ അഭിഭാഷകൻ PS ഈശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അഭിഭാഷകരായ TS മായാദാസ്, നീതു PK, മനീഷ് മോഹൻ, സൗമ്യ മായാദാസ്, അർച്ചന TK, അപർണ KB, ഉത്രാളിക്കാവ് പൂരക്കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, വ്യാപാരി വ്യവസായി ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV സണ്ണി, വർണ്ണ ഗ്രൂപ്പ് ഡയറക്ടർ ഫൈസൽ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കിള്ളിമംഗലം സഹകരണ ബാങ്ക് MD സിമി മഹേഷ് നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നു. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം. പ്രധാനമന്ത്രി.
മോദി സർക്കാർ 3 മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതി. കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഡി-സോൺ കലോത്സവാക്രമണത്തിന് നേതൃത്വം നൽകിയ KSU നേതാക്കൾ സ്ഥിരം കുറ്റവാളികൾ. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം ദേവസ്വം ഓഫീസർ വിവാദത്തിൽ. കോഴിക്കോട് CPM-ന് പുതിയ നേതൃത്വം. M. മെഹബൂബ് ജില്ലാ സെക്രട്ടറി. വളർച്ച ഉറപ്പെന്ന് സാമ്പത്തിക സർവേയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.